യെസ് ഗൈസ്, ഞാൻ പിന്നെയും തിരിച്ചു വന്നിരിക്കുന്നു. ഇത് തന്നെ ഇതെന്റെ ഒരു പഴയ ലെറ്റ്സ് പ്ലേ എപ്പിസോഡാണ്. പഴയ ലെറ്റ്സ് പ്ലേ വേൾഡ് ആണ്. ഇതില് ഞാൻ ഇതുവരെ ഡ്രാഗനെ കൊന്നിട്ടില്ല. പക്ഷെ ഞാൻ നെതറിൽ പോയി നെതറേറ്റ് ആർമറും ടൂൾസും ഫുൾ ആക്കിയിട്ടുണ്ട്. അതാ എന്റെ ഇൻവെന്ററി ആണ് ചേരാ. കണ്ടാ ഞാൻ നിക്കുന്ന നിപ്പ് കണ്ടാ. അപ്പൊ എന്റെ ബേസ് അനുഭവമായിട്ട് ഞാൻ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് വീഡിയോന്റെ ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോ ഞാൻ പിന്നീട് പറയാറുള്ളൂ. ഓ, ഞാനിപ്പോ ഒരു വില്ലേജിലാണ് നിൽക്കുന്നത്. എന്റെ വീട് നല്ലൊരു സെറ്റപ്പ് വീടാണ്. ഞാൻ അതിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടു കാണും ചിലര്. ചേടാ അങ്ങോട്ട് മാറിയില്ല പോയിട്ട്, അങ്ങോട്ട് മാറിയിരുന്നു, അല്ലെങ്കിൽ നിന്റെ ഊടടുത്ത് ഞാൻ പട്ടിക്കുട്ടിക്ക് വിടും. എന്താ, ഇതാണ് എന്റെ വീട്. കൊള്ളാമോ? കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോനെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എന്നത്തെ പോലെ ശനിയാഴ്ച വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് എന്നാലും ഞാൻ ഇടും വീഡിയോ. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ ഇട്ടത്. വീട് കാണിച്ചു തരാം. ആദ്യം തന്നെ വെളിയിൽ തന്നെ ഒരുപാട് ചുറ്റി കാണാം. ഞാൻ ലഷ്കേവൊക്കെ കണ്ടുപിടിച്ചതാണ്ട് ഈ സാധനം കൂടെ കൊണ്ടുവച്ചു. അതുകൊണ്ട് എന്റെ വീട്ടിലോട്ട് വരുമ്പോ തന്നെ ഒരു പച്ചപ്പ് പറന്ന് നിൽക്കും. ഇത് പിന്നെ ഞാൻ ഇവിടെ വച്ചിരിക്കുന്ന ഇത് ഒരാള് ഡെഡായി, അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചത്. അതിനുശേഷം ഞാനിപ്പോ പീസ്ഫുൾ മോഡിൽ ഇട്ടേക്കാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു പീസ്ഫുൾ മോഡിൽ ഇട്ടേക്കണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വേൾഡിൽ കുറച്ച് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി. അപ്പൊ എങ്ങാനും അത് സോംബി ഒന്ന് ബ്രേക്ക് ആക്ക, സോംബി സ്കെൽട്ടണ ക്രീപ്പർ ഏതെങ്കിലും ഒരു മോൺസ്റ്റർ അതിന്റെ ഉള്ളിൽ വിടുന്ന എക്സ്പെരിമെന്റ് മൊത്തം ചീത്തയാവും. പോർട്ടൽ അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ആ പോർട്ടലിൽ നിന്ന് പൊട്ടിച്ചിട്ട് അതിന് നല്ലൊരു ബിൽഡ് ആക്കണം. ഇനിയുള്ള എന്റെ തുടർച്ചയായിട്ടുള്ള ഗെയിം പ്ലേ എല്ലാം ഈ ലെറ്റ്സ് പ്ലേ വേൾഡിലായിരിക്കും. കാരണം ഈ വേൾഡും കൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വേൾഡ് തുടങ്ങാം. അത് പറ്റിക്കൂല, ഞാൻ പറ്റിക്കൂല. ഉറപ്പായിട്ടും ഞാൻ ആ വേൾഡ് കളിച്ചിരിക്കും. ശ്വാസം മുട്ടുന്നത് നിങ്ങൾക്ക് നേരെ കേൾക്കാമോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ലാസ്റ്റ് ഒക്കെ ശരിയായില്ലെങ്കിൽ ഞാൻ ഹെഡ്സെറ്റ് എടുത്ത് വെക്കും. ഇവിടെ എനിക്കൊരു വണ്ടിയുണ്ട്. ആ വണ്ടി ഇവിടെ ഉണ്ടാക്കിയിട്ട് നേരെ ആക്കി വെക്കണം. അതൊക്കെ ചെയ്യാം. എന്റെ എൻട്രി ചെസ്റ്റ് ഉണ്ട്, ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം കൂടെ ക്രാഫ്റ്റ് ചെയ്യണം. എനിക്ക് അവിടെ ഒരു ഷിപ്രക്ക് ഉണ്ടായിരുന്നു. ആ ഷിപ്രക്കിൽ നിന്ന് ഇത് കിട്ടി, ആർട്ട് ഓഫ് ദ സീ കിട്ടി. ഞാന് ഇഷ്ടപ്പെടാതെ വന്നപ്പോ ഞാൻ ഈ കണ്ട ഈ വീടിനെ അങ്ങ് കത്തിക്കോളാം. ഈ വീട് ഇവിടെ വേണ്ട, ഇവിടെ എനിക്കൊരു വീടാണ്, ഒരു പണി ഇവിടെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ വീടിനെ പതുക്കെ അങ്ങ് പൊട്ടിക്കാം. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പൊട്ടിക്കുകയൊക്കെ ചെയ്യാം. ഈ വില്ലേജറിന്റെ വീട് പൊളിച്ച ഒരു നല്ല കാര്യമുണ്ട്. ഇതിന്റെ അകത്ത് നിന്ന് മോസി കോബിൾ സ്റ്റോൺ നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ നല്ലൊരു കാര്യം. നമുക്ക് ആ മോസി കോബിൾ സ്റ്റോൺ വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് ബിൽഡൊക്കെ ചെയ്യുമ്പോ ആ ബിൽഡിലൊക്കെ നമുക്ക് ഈ മോസി കോബിൾ സ്റ്റോൺ ആഡ് ചെയ്താ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഇതൊരു പാല് പിടിച്ച കോബിൾ സ്റ്റോൺ ആണ്. നമ്മൾ പഴയ ബിൽഡൊക്കെ ഉണ്ടാക്കുമ്പോ മൈൻക്രാഫ്റ്റിലെ ഒരു പഴയതാണെന്ന് അറിയാനായിട്ടൊരു ബിൽഡൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആവും. അപ്പോഴാണ് അതിന് കൂടുതൽ യൂസ് വരുന്നത്. എന്റെ വണ്ടി ആരോ കാണാതാക്കിയിട്ടുണ്ട്. ഞാനിനി എന്റെ ഇവിടെയുള്ള സ്റ്റോറീസ് ഒക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ബട്ടൺ കൊണ്ട് ഇരിക്കും, എന്തെങ്കിലും കണ്ടിട്ട് വണ്ടിക്ക് നോക്കും. ഇതാണ് ഇവിടത്തെ എന്റെ ഒരു കൊച്ചു സ്റ്റോറി. ഇവിടെ ഞാൻ ഈ കല്ലൊക്കെ പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്ന മല ഇടിഞ്ഞു വന്ന് വീഴുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു വില്ലേജറിന്റെ കാലൊടിഞ്ഞു. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് ഉത്തരവിട്ടു ഈ കല്ലെല്ലാം പിറക്കി മാറ്റാൻ. അതുകൊണ്ട് ഇവൻ നിന്നിട്ട് ഈ കല്ലെല്ലാം ചുമക്കുകയാണ്, കല്ലെല്ലാം പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു ബങ്കർ ഉണ്ടാക്കാനും കൂടെ പറഞ്ഞു. അപ്പൊ ഇവൻ ഇവിടെ ഒന്ന് കുഴി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന എല്ലാരും
ഞാൻ കാണിച്ചുതരാം, കണ്ട അത് പിക്കാക്സ് വേണം. എന്നിട്ട് ഇതുണ്ടോ, ഇതവൻ ആ പൊട്ടിക്കുന്ന അവൻ വെട്ടുന്ന കല്ലെല്ലാം ഇവ എടുത്തോണ്ട് പോകും. അതെങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി ഇവിടെ ഒരു ബാറനുണ്ട്, ബാറൻ കാണിച്ചു തരാം. ബാറിന്റെ അകത്തുതാ ഇവിടെ ഇതൊക്കെ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യുന്നവൻ കൊണ്ടുവന്ന് ക്യാബേൽ ഇതാ ഇവിടെ ഈ കൊച്ചു ബാറിന്റെ അകത്തുണ്ട്. അത് അത്രയുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ കൊട്ടാരം. കൊട്ടാരത്തിൽ 2 പടയാളികൾ നിർത്തിയിട്ടുണ്ട്. ഇവർക്ക് ഞാൻ ഗോൾഡ് ആർമർ കൊടുക്കണമെന്നായിരുന്നു വിചാരിച്ച. എല്ലാം ഇവിടെ ഇരിക്കട്ടെ. ആ, നീ ഇതിന്റെ അകത്തായ? നിന്നെ ഞാൻ തപ്പി കിടക്കായിരുന്നല്ലോ. നീ അകത്ത് തന്നെ വന്നോട്ടാ. ഇവനെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ വേൾഡ് മൊത്തം ട്രാവൽ ചെയ്തത്. എന്നുവെച്ചാ ഇവൻ ഞാൻ ചൂണ്ട ഉണ്ടാക്കി, ആ ചൂണ്ടയില് ഒരു ഇതും കൂടെ കയറും കൂടെ ആഡ് ചെയ്തു. ചൂണ്ടയില് കയർ ആഡ് ചെയ്തു, ചൂണ്ടയിൽ ഒരു ക്യാരറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ഈ ചൂണ്ടയും ക്യാരറ്റും കൊണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ കുറെ നാൾ നടന്നത്. പിന്നെ എനിക്കൊരു കുതിരയെ കിട്ടി. അവനിപ്പോ ഇവിടെ എവിടെയും കാണാനില്ല. എന്തായാലും നീ ഇവിടെ നിൽക്കുന്നു. ഞാൻ നിന്റെ സാഡല്ല എനിക്കൊന്ന് വേണമല്ലോ. നിനക്ക് ഞാൻ എങ്ങനെ സാഡല്ല ആഡ് ചെയ്തത്? സാഡല്ലേടാ, സാഡല്ലേടാ. ഇവൻ സാഡല് തരുമെന്ന് തോന്നുന്നില്ല. ഷിയേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഷിയേഴ്സ് വെച്ച് അവന്റെ മണ്ടേക്കാതിരിക്കാനേ പറ്റൂ. നിന്നെ തട്ടണോ എനിക്ക്? ഐ ആം ദി സോറി എളിയ, ഐ ആം ദി സോറി. നിന്നെ കൊല്ലണോ? നിന്റെ സാഡല് വേണ്ട. എങ്ങാനും എന്റെ ആ കുതിര ഞാൻ ഇവനെ കൊല്ലുമ്പോഴായിരിക്കും ആ കുതിരയെ തിരിച്ചു കിട്ടണമെങ്കിൽ എങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് വേണ്ട. ഇപ്പൊ നേരെ ഇരുട്ടാൻ തുടങ്ങി. എനിക്കിവിടെ ഒരു കുതിര ഉണ്ട്. അവൻ ചത്തുപോയോ? ജീവനോടെ ഉണ്ടോ എന്ന് എനിക്ക് പിന്നെ ഇവിടെ 2 ക്രീപ്പർ വന്നിട്ട് പണിയെടുക്കുന്നുണ്ട്. അതായത് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ അത്രയൊക്കെ ഉള്ളു. പിന്നെതാ ഇവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. ജമ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ വാളെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? വാള് കേടാ. നീ അമ്പ് പിടിച്ചോ. ഇതെന്റെ സ്പെയർ സോഡാണ്. ഞാൻ 3 വാളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറിയാമോ ഗെയിമില്? എന്താന്ന് വെച്ചാൽ ഞാൻ വാളാണ് കൂടുതൽ ഗെയിമിൽ യൂസ് ചെയ്യുന്നത്. എന്ത് തോന്നാലും എപ്പോഴും എന്റെ കയ്യിൽ ഒരു വാള് കാണും. അതുകൊണ്ട് ഞാൻ ആ വാളിനെ എപ്പോഴും സൂക്ഷിച്ചു വെക്കും. എന്റെ എന്റർ ചെസ്റ്റിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. എന്റെ ഡ്രസ്സിംഗ് റൂമിന്റെ അകത്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത്ര നേരം ഒരുപാട് സംസാരിച്ചു. അതുകൊണ്ട് നമുക്ക് പോയി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഇവിടെ വെറുതെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയും വലിയൊരു കൊട്ടാരം പോലത്തെ ബേസ് ഉണ്ടാക്കിയിട്ടിട്ട് എനിക്ക് ഈ വേൾഡില് ഇതില്ലേ, എന്തോന്ന്, ബെഡില്ലേന്ന്? ആര് പറഞ്ഞു ഇല്ലാന്ന്? എനിക്ക് ബെഡുണ്ട്. എന്റെ ബെഡ് ഗങ്ങാണ് കിടക്കുന്നത്. നിന്റെ മണ്ടയിൽ എനിക്ക് കാരണം പോട്ടെ. അതൊക്കെ ഇഷ്ടപ്പെട്ടില്ലല്ലേ? അയ്യോ, എനിക്ക് ശ്വാസം മുട്ടുന്നേ. എനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ല. അവനെ ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, ഇവനൊന്നും ആവുന്നില്ലല്ലോ. ആ ഇവനിപ്പോ എന്റെ തെറ്റായി. നീ അവിടെ തന്നെ വന്നോ. പുറത്താ. നീ ഇങ്ങനെ ഒന്നും അവിടെ. നീ അങ്ങനെ തന്നെ ഒന്നുള്ള അങ്ങോട്ടും പോകാം. ഈ വീട്ടിന്റെ അകത്ത് എന്തൊക്കെയൊക്കെ കിട്ടും. ഞാൻ പക്ഷെ ഇതുവരെ എടുത്തിട്ടുണ്ട്. ലെക്കാണുണ്ട്, ബുക്ക് ഷെൽഫ് ഉണ്ട്. തൊട്ട് മുകളിൽ എന്താണ്? തൊട്ട് മുകളിലൊക്കെ നിലയിലൊന്നുമില്ല. ഇതൊക്കെ പച്ചയാ, പച്ച വീട്. ഞാൻ ഇനിയിപ്പോ എന്റെ ബേസിലോട്ട് പോവാം. അധികം വെച്ച് പറഞ്ഞു കിട്ടുന്നില്ല.
സാധനം കിട്ടാതായപ്പോ ഞാൻ ഈ വീട്ടിൽ നിന്ന് വരെ കൊത്തിയെടുത്തു സാധനം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊത്തിയെടുത്തല്ല ഗൈസ്. ആ നീയാണ് എന്റെ അളിയൻ? അല്ല, നീ എന്റെ അളിയൻ. ഇവിടെ ഇത് ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ എന്തരാണ് സംഭവം നടന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ കുതിര അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എന്നിട്ട് വീട്ടിൽ എന്തൊക്കെ ആഡ് ചെയ്യാന്നും പറഞ്ഞ് ഞാനിങ്ങനെ എന്റെ ഇൻവെന്ററി തുറന്ന് സാധനങ്ങളൊക്കെ എവിടെയൊക്കെ വരുമെന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു മഴയും പെയ്ത് ഇടി പൊട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഈ വീട് നിന്ന് കത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എന്റെ വീടും കത്തിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറി കിടന്നു. ആ എന്റെ വണ്ടി ഇവിടെ ഉണ്ട്. ഇതാണ് എന്റെ വണ്ടി. ഞാൻ ജോലിക്ക് പോണത് ഇങ്ങനെ വണ്ടി ഒരു നേരെ വന്ന് വണ്ടി എന്നെ ഇവിടെ കൊണ്ടാക്കി തരും. ജോലിയെല്ലാം കഴിയുമ്പോ അവിടെ നിന്ന് ഞാൻ ദാ ഇങ്ങനെ നടന്നു വരും, വണ്ടി കയറും, അങ്ങ് വണ്ടി എടുത്തോണ്ട് ഒരു പോക്കങ്ങ് പോവും. ഓക്കെ, ഇനി ഇത്ര നേരമായിട്ട് ഞാൻ ഇവിടത്തെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന നെതർ പോർട്ടൽ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ശരിയാക്കി എടുക്കണം. എന്റെ എൻഡർ ചെസ്റ്റിന്റെ അകത്ത് ഞാൻ 64 ഈ എൻഡ് ക്രിസ്റ്റൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പോർട്ടലിനെ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യാം. നമുക്ക് ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ പോർട്ടൽ ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. പിന്നെ എനിക്ക് കൈ വെച്ച് പൊട്ടിക്കാം, കാരണം എന്റെ പെട്ടിക്കകത്ത് 64 ഇതാണ് ഇരിക്കുന്നത്. എന്തോന്നു ഒബ്സൈഡിനാണ് ഇരിക്കുന്നത്. ആ ഒബ്സൈഡിൻ എല്ലാം എന്തോ ആ ഷിപ്രക്കിന്റെ അപ്പുറത്തായിട്ട് എവിടെയോ ഒരു ലാവാ പൂളുണ്ട്. ഇവിടെ എവിടെയോ ഒരു ലാവാ പൂളുണ്ട്. ഷിപ്രക്കിന്റെ അടുത്താണോന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല. അവിടെ നിന്ന് എടുത്തു. പക്ഷെ അതോ അവിടെ റൂമിന്റെ പോർട്ടലുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫോണായത് ആ ഷിപ്രക്കിന്റെ കറക്റ്റ് ഫ്രണ്ടിലാണ്. അതുകൊണ്ട് ഞാൻ ആ ഷിപ്രക്കിനെ TNT ഇട്ട് പൊളിച്ചു. എന്താന്ന് വെച്ചാൽ എനിക്ക് ആ ബെറിയുടെ ട്രഷർ മാപ്പ് വേണമായിരുന്നു. ആ ബെറിയുടെ ട്രഷർ മാപ്പ് കണ്ടുപിടിച്ചു പെട്ടിക്കകത്തിന്ന്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ തപ്പിയപ്പോഴ് പെട്ടെന്ന് ഞാനൊരു ബ്ലോക്കിന്റെ ഇടയിൽ ഗ്ലിച്ച് ആയിപ്പോയി. ഞാൻ അകത്ത് കിടന്ന് വെട്ട് എന്തിനാണ് ബെറിയുടെ ട്രഷർ മാപ്പിന്റെ കൂടെ എനിക്കൊരു എൻട്രപ്പേൾ കിട്ടി. അപ്പൊ ഞാൻ എൻട്രപ്പേൾ വെച്ചിരുന്ന കൈ വെച്ച് ഞാൻ ഒരു ബ്ലോക്ക് മൈൻ ചെയ്ത് കൊടുത്തു. എൻട്രപ്പേൾ ത്രൂ ആയ ഒരു ബ്ലോക്കിന്റെ അകത്ത് കയറിപ്പോയി. ഞാൻ ടെലിപ്പോർട്ടായി അകത്ത് വിടുന്നു. അവസാനം ഞാൻ അകത്ത് കിടന്ന് പിടച്ച് ഡെഡായിട്ട് റീസ്പോൺ ആയപ്പോ ഒരു എന്റർമേറ്റും ഞാൻ കൈ കൊണ്ട് കഷ്ടപ്പെട്ട് തട്ടിക്കൊന്ന് അവസാനം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങോട്ട് വന്നു, വീട്ടിലോട്ട് വന്ന് ഈ വില്ലേജ് കണ്ടുപിടിച്ച് ഈ വില്ലേജിൽ കയറി ഒന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതായി ഫുള്ള് സെറ്റായപ്പോഴാണ് 4-5 ക്രീപ്പർ ഓടി വന്നു. ഞാൻ അവന്മാരെല്ലാം തട്ടി, എന്ന് വെച്ചാ മണ്ടേന്ന് ചാടി വീഴുന്നു വെട്ടി. ഞാൻ അവന്മാരെല്ലാത്തിനെയും വെട്ടി. അവസാനം എനിക്ക് കുറച്ച് ഗൺ പൗഡർ കിട്ടി. ആ ഗൺ പൗഡർ അവിടെ കാണുന്ന സാൻഡ് കൊടുത്ത് ഞാൻ TNT ഉണ്ടാക്കി ആ ഷിപ്രക്കിൽ വെച്ച് അങ്ങ് പൊട്ടിച്ച്. എന്നെ കൊല്ലാൻ നോക്കിയ ഷിപ്രക്കാണ്. അങ്ങനെ ഇപ്പൊ അവൻ ജീവിക്കണ്ട. ഈ പറയാ മട്ടൻ ഏതെങ്കിലും ഒരു വീട്ടിന്റെ അകത്തോട്ട് കൊണ്ടുപോയിക്കാം. ഞാൻ 5 സ്റ്റാക്ക് TNT അല്ല 4 സ്റ്റാക്ക് TNT ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്റെ എൻട്രി ചെസ്റ്റിൽ കൊണ്ടുവയ്ക്കണം. ഇതെന്റെ വീട്. ഇരിക്കണ ഇരിപ്പ് കണ്ട. പക്ഷെ ഫ്രണ്ടിൽ ഇത്ര റോയൽ ലുക്ക് ആണെങ്കിലും ബാക്കിലൊന്നും ഒന്നുമില്ല. ഇത് ഞാൻ കിണറാക്കാൻ വെച്ചേക്കണേ. കണ്ട ബാക്കിലൊക്കെ പച്ചയാ, പച്ച ഒന്നുമില്ല. ഈ കാണുന്ന തള്ളിയിരിക്കുന്ന റൂമാണ് എന്റെ സ്റ്റോറേജ്. അവിടോട്ടൊക്കെ നമുക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്റെ ബേസിന്റെ അകം കാണിച്ചു തരാം. ഇവിടെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഞാൻ വന്നപ്പോ തന്നെ എനിക്ക് മൊത്തത്തിൽ കോളടിച്ച്. ഞാൻ അയണൊക്കെ മൈൻഡ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. എന്റെ വീടിന്റെ ബാക്കിലൊരു റവീനുണ്ട്. സ്പീഡിന് ചാടി പോ. പിന്നെ റവീനെന്ന് പറയൂന്ന് അറിഞ്ഞൂടാ, ഒരു വലിയ കുഴി. അതൊക്കെ തന്നെ മതി. പോടാ, ഞാനിപ്പോ അതിലിറങ്ങി നിന്ന്
എന്റെ കാര്യത്തിൽ തീരുമാനം. ഞാൻ നേരെ എനിക്കിപ്പൊ ഇറങ്ങാൻ തോന്നിയാണ്. ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ താഴെ വീഴുന്ന ഡെഡായേനെ. അതൊക്കെ വിട്. ഞാൻ എത്ര നേരമായിട്ട് എന്റെ ബേസിന്റെ അകം കാണിച്ചു തന്നിട്ടില്ല. നമുക്ക് ഇനി നമ്മുടെ ബേസിന്റെ അകത്തോട്ട് പോവാം. ഇന്ന് കുറച്ച് ബിൽഡും തീർത്തിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നമ്മുടെ കിണറിന്റെ പണിയും കൂടെ നോക്കാം. ഓക്കെ, ഇതാണ് എന്റെ ബേസ്. ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ട്. തുറക്കൂ ദിവേ. ഇവിടെ നിന്ന് വരുമ്പോ വീട്ടിന്റെ അകത്തൊരു പെയിന്റിങ് ഉണ്ട്. ഇവിടെ ആരെങ്കിലും എന്റെ വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് കഴിക്കാം. ഫുഡും ടേബിളൊക്കെ ഉണ്ട്. ടേബിളിൽ തന്നെ ഞാൻ പ്രഷർ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു ഗോട്ട് ഹോണുണ്ട്. അത് കോളെന്ന് പറയുന്ന ഒരു ഗോട്ട് ഹോണാണ്. ഞാനത് എവിടെ നിന്നാ കണ്ടുപിടിച്ചത്? ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യായിരുന്നു. മൈൻക്രാഫ്റ്റില് ഗോട്ടിന് ആഡ് ചെയ്തപ്പോ എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടോ. അപ്പാണ് ഞാൻ ആ ഒരു ഫീച്ചർ കാണുന്നത്. ഗോട്ട് നമ്മളെ കണ്ട ഇടിക്കാൻ വരും. നമ്മൾ ആ സമയം എങ്ങോട്ടെങ്കിലും മാറി കൊടുക്കണമെങ്കിൽ അവന്റെ തല വന്ന് ഏതെങ്കിലും കല്ലിൽ വന്ന് ഇടിച്ചിട്ട് അവന്റെ കൊമ്പൊടി. അപ്പൊ നമുക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഗോട്ട് ഹോൺ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവസാനം ഞാനും അങ്ങോട്ടൊരു മഞ്ഞുമലയിൽ ചെന്ന് ഗോട്ടിനെ കണ്ടുപിടിച്ചു. അവന്റെ ഇടി കൊണ്ട് 4-5 പ്രാവശ്യം എനിക്ക് ഇതായെങ്കിലും എന്റെ ഹെൽത്ത് പോയെങ്കിലും അവസാനം ഞാനങ്ങ് മാറിക്കൊടുത്തു. അവന്റെ തല വന്ന് ഇടിച്ച് അവന്റെ കൊമ്പൊടി. എടുത്തു നോക്കിയപ്പോ എന്റെ ഫേവററ്റ് ഗോട്ട് ഹോണായ ഈ കോളിന്റെ ശബ്ദം ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു സംഭവത്തിന്റെ എൻട്രിയിൽ പോകുമ്പോ ഇൻട്രോ വേഗം കണക്ക്. അപ്പൊ എന്റെ ലിവിംഗ് റൂം ഇത്രേ ഉള്ളൂ. ഇനി എന്റെ മുകളിലോട്ടുള്ള റൂംസ് കണക്ക്. ഇതാണ് എന്റെ മുകളിലത്തെ റൂം. ഈ കാണുന്ന റൂമാണ് എന്റെ ബെഡ്റൂം. ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഞാൻ എവിടെയെങ്കിലും ഗ്ലാസ് അല്ല വെച്ചേക്കണം. പകരം എയർ ഒക്കെ കയറാൻ വേണ്ടിട്ട് ഞാൻ ഈ ട്രാപ്പ് ഡോർ ആണ് വെച്ചേക്കുന്നത്. നൈറ്റ് ആകുമ്പോ ഞാൻ വന്നതാ ഇങ്ങനെ അങ്ങ് അടച്ചിടും. നേരം കൊടുക്കുമ്പോ തുറക്കും. അപ്പൊ ഇവൻ ഇവിടെ ഒന്ന് കോള് പണി ചെയ്തോണ്ടിരിക്കും. ഇതൊന്ന് ക്ലിച്ചായ കോളെന്ത് ഇത്ര വലുത്? ആടാ കോള് എന്റെ കയ്യിലിരിക്കുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഇതെന്തല്ലേ ഇത്? എന്തോ പ്രശ്നമുണ്ട് ഗെയിമില്. മൈൻക്രാഫ്റ്റ് എന്തോ ഒരു ഇത് മാറ്റം കൊണ്ടുവന്നു. എന്റെ ഗെയിം അടിച്ചു പോയേ. നീ അത് കയ്യിൽ വെച്ചിരുന്ന. എന്റെ ബെഡ്റൂം കാണിച്ചിരാം. എന്റെ ബെഡ്റൂം കണ്ടോളി. ഇതാണ് എന്റെ ബെഡ്റൂം. ബെഡ്റൂമിലെ 4 വശത്ത് ഞാൻ ഓർക്കിഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ശ്വാസം വലിച്ച് കിടന്നുറങ്ങാൻ അതിന്. പിന്നെ ഇതാണ് എന്റെ ഡ്രസ്സിങ് റൂം. ഡ്രസ്സിങ് റൂമിന്റെ അകത്ത് നെതറൈറ്റ് ആർമറും ഒരു സെറ്റ് നെതറൈറ്റ് ആർമറും ടൂൾസും. അതായത് ഞാൻ എങ്ങാനും എവിടെയെങ്കിലും പോണ വഴിക്ക് വെച്ച് ഡെഡ് ആവുകയാണെങ്കിൽ ഞാൻ തിരിച്ചെന്റെ വീട്ടിലോട്ടായിരിക്കും സ്പോൺ ആവുന്നത്. അയ്യോ റീസ്പോൺ തെറ്റിയാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ടായിരിക്കും സ്പോൺ ആവുന്നത്. ആ നിമിഷം ഞാൻ ഇവിടെ സ്പോൺ ആവുന്ന ആ നിമിഷം ഓടി വരും, ചവിട്ടി തുറക്കും. എന്റെ ആർമറും ടൂൾസും എന്ന് പറഞ്ഞ ആർമറും ടൂൾസും എടുക്കും. ഇതുവഴി അതുവഴി എവിടെയെങ്കിലും കൂടെ എടുത്ത് ചാടിയിട്ട് ഞാൻ എന്നെ കൊന്നവനെ തട്ടാൻ പോകും. അതൊക്കെയാണ് ഇപ്പൊ എന്റെ ഈ റൂം. ഫസ്റ്റ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിന് കാണിച്ചു തരാം. സെക്കൻഡ് ഫ്ലോർ ആണ് മൈ സ്റ്റോറേജ്. സ്റ്റോറേജിലൊന്നും വെക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. ചുമ്മാ താണ്ട് ഇവിടെ റിപ്പീറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു കോംപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിട്ട് മാത്രം. പിന്നെ ഈ പെട്ടിക്കകത്ത് നിങ്ങൾ നോക്കേണ്ട ഒന്നുമില്ല. ഈ വേൾഡ് തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ഈ വേൾഡിനെ നിർത്തി. ഈ ഒരു വീട് ഉണ്ടാക്കാൻ തന്നെ എനിക്ക് 5 ദിവസം എടുത്തു. എന്നുവെച്ചാ എന്റെ റിയൽ ലൈഫിൽ 5 ദിവസം. എന്നുവെച്ചാ ഞാൻ ആദ്യത്തെ ഒരു ദിവസം ഇരുന്നിട്ട് എന്റെ ഈ ബേസിന്റെ ഇത് വരച്ചിട്ട് പ്ലാൻ വരച്ചിട്ട് രണ്ടാമത്തെ ദിവസം അതെല്ലാം വെച്ചപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി ഓർക്കുന്നത്. പിന്നെ എന്റെ സ്റ്റോറേജിനെ പറ്റി ഓർക്കുന്നത്. എന്റെ വീട്ടിൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ സ്റ്റോറേജ് ഇങ്ങോട്ട് വെക്കാന്നായിരിക്കും. എന്റെ സ്റ്റോറേജ് മുകളിലോട്ടൊരു റൂം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കാം. അവസാനം ഞാൻ അതിനുള്ള പ്ലാനും വരച്ചിട്ടു. എന്നിട്ട് ഇത് ഉണ്ടാക്കി ഇങ്ങ് വെച്ചിട്ട് വന്നു.
ഈ ഹാർട്ട് ഓഫ് ദ സീ ആരും നോക്കണ്ട. ഞാൻ കണ്ടല്ല അവിടെ ഇതിരുന്നില്ലേ ഒരു ഷിപ്പ്രൊക്കെ. ഞാൻ ആ മാപ്പ് എടുത്ത് നോക്കണേ, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ നിക്കണ അതേ ബ്ലോക്കിലാണ് ഇത് ഇത് വന്നേക്കുന്നത്. എന്തോന്ന് ട്രഷർ ഇരിക്കുന്നത്. ഞാൻ കുഴിച്ചു നോക്കി, കിട്ടിയില്ല. അവസാനം ഞാൻ വീട്ടിൽ പോയി കുറച്ച് TNT എടുത്തോണ്ട് വന്ന് അവിടെ ഇട്ട് അങ്ങ് പൊട്ടിച്ചു. അപ്പൊ പെട്ടി ഉൾപ്പെടെ പൊട്ടി തറയിൽ വന്ന് എഴുതും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ പെട്ടി പിറകെ അങ്ങ് വെച്ച്. ആ പെട്ടി ഇരുന്ന സാധനങ്ങൾ ഇറക്കി. എനിക്ക് ചെയിൻ ആർമറും ടൂൾസും കിട്ടി, ഗൺ പൗഡർ കിട്ടി, പിന്നെ തടി കിട്ടി. തടിയൊന്നും ഇല്ലാത്ത. പിന്നെ ഈ സ്കെൽട്ടന്റെ തല, അത് ഞാൻ ഇവളുടെ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോ അതിന്റെ ഇടയിൽപ്പെട്ട് ചത്തൊരു സ്കെൽട്ടന്റെ തലയാണ്. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഐറ്റം ഫ്രെയിം പവർ തരും നമുക്ക്, അതായത് റെഡ്സ്റ്റോൺ പവർ തരും. യെസ് ഗൈസ്, അതൊക്കെ പിന്നെ കോംപ്ലിക്കേഷൻ ഒക്കെ പിന്നെ പറഞ്ഞു. ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ ബേസ്. ഞാൻ ഈ വിൻഡോ ഒന്നും അങ്ങനെ തുറന്നിടാറില്ല. നൈറ്റ് ആയി, വെളിയിൽ പോയി തുറന്നുറങ്ങാം. ജാർവാസ് എന്നെ താഴോട്ട്. ജാർവാസ് ഒന്നും. അയ്യോ, ഇവിടത്തെ ഏന്റെ പേരെന്തോന്നായിരുന്നു? ക്രാഫ്റ്റിംഗ് ടേബിൾ. എന്റെ പേര് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, എന്നെ താഴെ എത്തിച്ചിട്ടുണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഉറങ്ങണം 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 ഉറങ്ങി. മറ്റേ അയൺമാന്റെ ഏന്റെ പേരെന്തോന്നായിരുന്നു? ഇത് കാണാൻ ഇപ്പൊ ഒരു ബ്രിഡ്ജോ? ഇപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട്. ഈ കാണുന്ന സാധനം കണ്ട, ഇതിനെനിക്ക് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റൂല. കാരണം എന്റെ ഇതില്ല, പിക്കാസില് മറ്റേ സംഭവമില്ല. അതിന്റെ പേര് മറന്നു. പിന്നെ നമുക്കിപ്പോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാരി പൊട്ടിക്കാത്തോട്ട് വെക്കാം. ആവശ്യമുള്ളതും ഇപ്പൊ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഇനി ആവശ്യമുണ്ട്. ഇപ്പൊ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാൻ എന്റെ പെട്ടിക്കകത്തോട്ട് വെച്ചേക്കാം. എന്റെ ഊത്തെല്ലാം അവിടെ ഇരിക്കട്ടെ. പിന്നെ അവിടെ കൂടാം. ഈ കോബിൾ സ്റ്റോണും ഈ 2 കോബിൾ സ്റ്റോണും വേണം. സാൻഡ് സ്റ്റോൺ വേണ്ട. ഇതിന്റെ സ്ലാബ് ഒക്കെ വേണം. സ്ലാബും കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. പൂവൊന്നും നമുക്ക് ആവശ്യമില്ല. മറ്റേ സഫർ ക്യൂബ്, എന്തോ ഒരു ക്യൂബ് ഉണ്ടല്ലോ. ഇനി നമുക്ക് ഓരോ ബ്ലോക്ക് അതിന്റെ വാക്യത്തോട്ട് ഫീഡ് ചെയ്തിട്ട് നമുക്ക് അവനെടുത്ത് തട്ടി വിടാനൊക്കെ പറ്റുന്നു. എന്തോ ഒരു സാധനം. അതിനെയൊക്കെ ഗെയിമിൽ ഇനി ആഡ് ചെയ്യാൻ പോണു. അത് കൊള്ളായിരിക്കും. അതിന്റെ ട്രെയിലർ ഞാൻ കണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക്, അതായത് TNT തന്നെ ഇപ്പൊ ഇരിക്കട്ടെ. TNT ആണെന്ന് വെച്ചാ ഇപ്പൊ ആ സഫർ ക്യൂബ് ഇവിടെ കൂടെ ഇങ്ങനെ ചാടി ഇവിടെ ചാടി നിൽക്കുന്നു. ഞാൻ അവന്റെ അകത്തോട്ടതാ ഒരു ബ്ലോക്ക് TNT വെച്ചു. എന്നിട്ട് ഞാൻ എന്റെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുത്ത് കത്തിച്ചു. അയ്യോ, ഒരു നദി പിടിച്ചു. അയ്യോ, എടേ പെട്ടെന്ന് കത്തി തീരടേ. ഒരു നിമിഷത്തേക്ക് എന്റെ ജീവൻ പോയി. ഞാൻ ഇനിയിപ്പോ ഇവിടെ താകത്ത് വെച്ചല്ലേ എന്റെ ഊത്തിന്. കോൾ ഇതവിടെ നിന്ന് എനിക്ക് 2 ഊത്ത്. എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണ്. അയ്യോ, വീടുന്നത് വീട് കത്തിപ്പിടിക്കല്ലേ. ഒന്ന് കത്താവുന്നില്ലടേ. എന്താടാ നിനക്ക്? അയ്യോ, എന്റെ ഡ്രസ്സിംഗ് റൂം ഇതാ നിന്ന് കത്തണം. അതാ കത്തണതൊന്നും. അയ്യോ, വീട് മൊത്തം കത്തി. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഇതാ നിന്ന് കത്തണം. എന്തൊരു സന്തോഷം. ആർക്കടാ അവിടെ ഡാമേജ് എടുക്കുന്നത്?
സങ്കടം തോന്നി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നോട്? അവിടെ മാറിപ്പോ. എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ? ഇറങ്ങങ്ങാട്ട്. മാറാ. ഞാൻ ഈ കടലിൽ മുങ്ങി അടിക്കാൻ പോണു. വേണ്ട, ഉള്ള മണ്ടേ കയറും. ഓടറാങ്ങാട്ട്. വീട് പൊട്ടിയെന്ന് എനിക്ക് ശരിയാക്കി അറിഞ്ഞൂടെ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ല. നമ്മുടെ നെതർ പോർട്ടലിനെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്റെ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? കത്തിയത് ഇപ്പൊ. വീട് ഇനി നിന്ന് കത്തണം തോന്നു. കേറി നോക്കിയില്ല, ഒന്ന് കേറി നോക്കിക്കളയാം. എങ്ങനെ ഉണ്ടാക്കി വെച്ച വീടായിരുന്നു. ഇപ്പൊ ഇരിക്കണ ഇരിപ്പ് കണ്ട. പറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, എലേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ചെന്ന് നോക്കായിരുന്നു. ഈ രണ്ടു കൂട്ടം എനിക്ക് വേണം. സ്ലാബായിരുന്നു. ആവശ്യ സമയത്തിനൊന്നും ഉപകരിക്കില്ല. ഞാൻ പോയി മരമൊക്കെ ഒന്ന് വെട്ടിയിട്ട് എന്റെ വീടിന് എനിക്ക് തിരിച്ച് ബിൽഡ് ചെയ്യണം. കത്തിപ്പോയതെല്ലാം തിരിച്ചു വരും. അല്ല, ഞാൻ ഇനിയിപ്പോ എന്തിനാണ് നടന്ന് വിഷമിക്കുന്നത്? കത്തി എന്റെ വീട് കത്തിക്കാൻ കാരണമായത് ഈ ഒരു സാധനമല്ലേ? നിന്നെ കൊണ്ടുവരുന്ന നിന്നെ കൊല്ലു. കത്തി പോടാ. എനിക്ക് എത്ര ഡാമേജ് എടുത്താലും അവൻ കത്തിപ്പോയല്ല. ആ സന്തോഷം എനിക്ക് കിട്ടും. അവന്റെ വിചാരം അവനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീടുണ്ടാക്കാൻ പറ്റൂ. എന്റെ കയ്യിൽ പിന്നെ ആക്സും കോടാലിയും ഒന്നും ഇരിക്കുന്നത് അല്ല. അവന്റെ വിചാരം അവൻ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ വീട്ടിൽ TNT ഒക്കെ കത്തിച്ച് നെതറൈറ്റ് ആർമറും ടൂൾസും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് മൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റൂലെന്നാണ് അവന്റെ വിചാരം. ഞാൻ ബെഡ് ഉണ്ടാക്കും. ഞാൻ ബെഡ് പൊട്ടിക്കും. ബെഡ് പൊട്ടിച്ച് ഞാൻ മൈൻഡ് ചെയ്യും. ദൈവമേ തേനെ. 68 ക്രാഫ്റ്റ് ചെയ്യാം. ഒരു സ്റ്റാക്ക് വുഡ് നമുക്ക് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാം. സ്റ്റാക്ക് എത്ര എണ്ണം കിട്ടും? 68 ആയിരിക്കും. ഒരു സ്റ്റാക്ക് 5 എണ്ണവും കിട്ടി. തികയണേ. ഇതെല്ലാം തന്നെ സ്പ്രൂസ് വുഡിന് ഇനി ഞാൻ എവിടെ പോകും? ആകെ ഉണ്ടായിരുന്ന സ്പ്രൂസ് എടുത്തിട്ടാണ് ഞാൻ ഈ ഇവിടെ ഉണ്ടായിരുന്ന 2 സ്പ്രൂസ് മരം എടുത്തിട്ടാണ് ഞാൻ ഈ വീട് തന്നെ ഉണ്ടാക്കിയത്. ഞാനിനിയിപ്പോ ഇതൊക്കെ എങ്ങനെ വെച്ച് തീർക്കൂടെ? എന്റെ ലേണില്ല, ലാൻഡേണില്ല. ലാൻഡേൺ ആർക്കും ഇതിന്റെ അടിവശം സങ്കടം തോന്നാണ് എനിക്ക്. എന്റെ വീട് കത്തിയത് കറക്റ്റ് നിങ്ങളടുത്ത് വീട് ഇട്ടപ്പോ തന്നെ എന്റെ വീട് കത്തിപ്പിടിച്ചു. നിങ്ങൾ ആരെങ്കിലും എന്റെ വീട് പൊട്ടിത്തെറിക്കാൻ മൈൻക്രാഫ്റ്റില്? ഇത് നടക്കൂല. ബഫർ ക്യൂബിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ബഫർ ക്യൂബിനെ കിട്ടിയാൽ ഞാൻ വെട്ടിക്കൊല്ലും. എനിക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വാങ്ങി. എന്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് വീട്ടിന്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യാം. 3 അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. 3 ലാഡർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 ലാഡർ അങ്ങ് വെക്കാം. 3 വേണ്ടേ? 3 വേണം. ഓക്കെ, നമുക്ക് പഴയതുപോലെ ഇപ്പൊ മണ്ടയിലോട്ട് കയറി പോകാനൊക്കെ പറ്റുന്നുണ്ട്. ആരോ നേരത്തെ ഞാൻ അറിയാതെ ഇവിടെ എന്റെ നെതറൈറ്റ് ആർമറും ടൂൾസ്. അയ്യോ, ഞാൻ എവിടെ കത്തണ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ നെതറൈറ്റ് ആർമറും ടൂൾസും
കൈ കിട്ടിയില്ല. നെതറൈറ്റ് കത്തി പോവില്ലല്ലോ. ഇന്നത് അങ്ങോട്ട് പോയി. നെതറിൽ പോയിരുന്നെങ്കിൽ കണ്ടുപിടിക്കാം. എന്റെ അവസ്ഥ അല്ലാതെ എന്തിനു പറയാം. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു. റെഡിയായിട്ട് എല്ലാം കൂടെ തീ പിടിച്ചങ്ങ് കത്തി അങ്ങ് പോയി. ഓക്കെ, എന്റെ വീടിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് മൊത്തത്തില് പോയാന്ന് വിചാരിച്ചത്. ഞാനിത് കത്തിപ്പോയിരുന്നെങ്കിൽ നോക്കി കയറുന്നു. ഞാൻ എല്ലാം കൂടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോയത്. പിന്നെ ലോങ് വീഡിയോ നിങ്ങൾ നോക്കേ വേണ്ട. ലോങ് വീഡിയോ വരൂല. ഒരു കുഴപ്പമില്ലല്ലോ. എവിടെയും കത്തണം പിടിക്കുന്നുണ്ടല്ലോ. റിവേഴ്സ് അടിച്ചു പോയി. പിന്നെ എന്റെ വീടിലാ പോകാം. നെതറൈറ്റ് ടൂൾസ് ആർമർ കത്തു. ഇനിയിപ്പോ ആർമറിന് ഞാൻ അങ്ങോട്ട് പോകും. നിന്റെ കുഴപ്പം കൊണ്ടാണ്. മര്യാദയ്ക്ക് റെഡ്സ്റ്റോൺ ടോർച്ച് എടുക്ക. ഓക്കെ, നീ അവിടെ ഇരുന്നോ. സോറി. ഞാൻ കാര്യത്തിൽ നിർത്തു. ഇത് എന്റെ ബെഡിന് എന്തെങ്കിലും പറ്റിയെന്തോ. ഈ ഗെയിമിന് ഞാൻ എപ്പോ ഡെഡായെന്ന് ചോദിച്ചു. വിതർ റോസ് ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും ഓക്കെ. 4 പൂ കിട്ടി. ഈ 4 പൂ കൊണ്ടുവന്ന് എന്റെ നെതറൈറ്റ് ആർമർ കത്തിപ്പോയ നെതറൈറ്റ് ആർമറിനും ടൂൾസിനും വേണ്ടി ഇതിനെ അങ്ങ് തിരിച്ചു വെക്കാം. നെതറൈറ്റ് ആർമറും ടൂൾസും അങ്ങനെ കത്തിപ്പോണതല്ലേ. ഇങ്ങനെ പോയാന്തോ. ഒരു കോൺഫ്ലവറും കൂടെ വന്നാലും ഓടി തപ്പ. നീ അങ്ങോട്ട് പോണം. കോപ്പി ഇരിക്കണം. കോൺഫ്ലവർ, എനിക്ക് കോൺഫ്ലവർ വേണം. നിങ്ങൾ ആരെങ്കിലും നീല കളർ പൂവുണ്ടോ? ഇല്ല. അന്നേരം എനിക്ക് കത്തിക്കാൻ തോന്നിയില്ല. ചുമ്മാ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു. എക്സാമ്പിൾ കാണിച്ചാണ് ഇപ്പൊ എന്റെ വീട് മൊത്തം കത്തിപ്പോയത്. ഒരു നീല കളർ പൂവും കൂടെ. ഒരേ ഒരു നീല കളർ. അതാ നിൽക്കുന്നു. നീ എന്റത്. ഈ പോപ്പി ഞാനിവിടെ എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഞാനേ ഒരു ദിവസം ഞാന് അയൺ ആർമറും ടൂൾസ് ആയിരുന്നു. എനിക്കിവിടെ ഈ വില്ലേജിലൊരു അയൺ ഗോളുണ്ട്. അപ്പൊ ഒരു സ്കെൽട്ടനും 4-5 സ്കെൽട്ടനും സോംബി കൂടെ ഇങ്ങോട്ട് കയറി വന്നു. അവരെന്നാ ടാർഗറ്റ് ചെയ്തപ്പോ ഈ അയൺ ഗോൾ എന്ത് ചെയ്ത് അവന്മാരെ എടുത്തിട്ട് പഞ്ഞി കിട്ടാൻ. അയൺ ഗോളത്തിന് പവർ കുറവായിരുന്നു. അവനെ അടിച്ച് ലാസ്റ്റത്തവനെ അടിച്ച് കൊന്നതിന്റെ കൂടെ ലാസ്റ്റത്തവനെ അടിച്ച് പറപ്പിച്ച് മുകളിലോട്ട് പോകുന്നതിന്റെ കൂടെ അവൻ അമ്പും വിട്ട് ഈ അയൺ ഗോൾ അവനെ ഒരടിയും കൂടെ കൊടുക്കണതോടെ അയൺ ഗോളും അവനുണ്ടട്ടെ.
അപ്പൊ ഞാൻ ഈ അയൺകോളം 2 പൂ ഡ്രോപ്പ് ചെയ്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന 2-3 പോപ്പിയും കൊണ്ടുവന്ന് ഇവിടെ എന്റെ അയൺകോളത്തിന് വേണ്ടിയിട്ട് ഒരിതും വെച്ചു. ചുമ്മാ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചു. ഇനി ഇതാ ഈ വീടിനെ കുത്തി തുറന്ന് വീട്ടിന്റെ അകത്ത് കയറി എന്റെ ബെഡ് അങ്ങനെ ഉണ്ടാവും നോക്കാം. നിങ്ങൾ എന്തോ തുറന്നു? എന്റെ വീട് കത്തിപ്പോയെന്ന് ആര് പറഞ്ഞു? എന്റെ വീടൊന്നും കത്തിപ്പോയില്ല. വീട് ഉണ്ടാക്കിയാണെങ്കിൽ എന്നെ ഇന്ന് ഉണ്ടാക്കുന്ന ബിൽഡിന് നമുക്ക് ഗോൾഡ് ബ്ലോക്ക് അത്യാവശ്യമാണ്. ഇവിടെ കാണുന്ന ഗോൾഡ് ബ്ലോക്ക് എടുക്കാം. ഇവിടെ ഗോൾഡ് ബ്ലോക്ക് ഞാൻ കൊണ്ടുവച്ചു 7 ഉണ്ട്. ഈ ഒരു ഗേറ്റും വേണം. എന്റെ സ്റ്റോറേജ് അവിടെ ഉണ്ട്. അയ്യോ അതെന്തിനാ ഒരു ക്യൂ ആണ് കത്തിപ്പോയി. എങ്ങാനും ഇത് കത്തിപ്പോയിരുന്നെങ്കിൽ നീങ്ങുവാ. നീ അവിടെ ഇരിക്കുന്ന ഒട്ടും സേഫ് അല്ല. നീ ഇതിന്റെ അകത്തിരുന്നു അങ്ങനെ കത്തിപ്പോയാലോ? ഇനി ഇതേപോലെ തീപിടുത്തം അങ്ങനെ ഉണ്ടാകുമ്പോ കത്തിപ്പോയാലോ ഞാൻ ചെയ്യും? നമുക്ക് നമ്മുടെ ഇതിന്റെ ബിൽഡ് തുറയണം അങ്ങോട്ട് അതില് കയറി ഇറങ്ങി. എന്നെ കൊണ്ട് വണ്ടി പോണേ. അങ്ങനെ ഈ 2 മണി എനിക്ക് വേണം. ഇന്നത്തെ ബിൽഡ് ഉണ്ടാക്കാൻ എനിക്ക് മണി വേണം. ഈ സാധനം വേണം. ഈ കല്ലിനെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യുമ്പോൾ ഓ ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഈ വില്ലേജിൽ ശരിക്കും പറഞ്ഞ ഒരു വില്ലേജർ പോലും ജീവനോടെ ഇല്ലേ. ഞാനൊരു ബാഡോമനും കൊണ്ടുവന്ന് അകത്തോട്ട് കയറി. പിന്നെ എല്ലാവന്മാരും നേരത്തെ ചാവല്ലേ. അതിന്റെ ഇടയിൽ യവനെ മാത്രം ഞാൻ അങ്ങ് പൂട്ടിയിട്ട് അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ ചത്തുപോയേനെന്ന്. പോർട്ടലൊരു അപ്പുറത്തോട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കാം. എന്റെ കഴിഞ്ഞ അവസാനത്തെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ഒരു കുഴീന്റെ അടുത്തായിരുന്നു പോർട്ടൽ കൊണ്ടുവച്ചിരുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ഡെഡാവേണ്ടിയത്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യും. പിന്നെ ഇനിയിപ്പോ ഞാൻ എപ്പ മൈൻഡ് ചെയ്ത് തീർക്കുവോ? ഇതായിട്ട് പിക്കാക്സും ടൂൾസും വന്നു. വുഡ് വെച്ച് ഡയമണ്ട് മൈൻഡ് ചെയ്യുന്ന അത്രയും ടൈം എടുക്കും. കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ ഞാൻ കുറച്ച് എപ്പിസോഡ് ഇട്ടു. ഇപ്പൊ തന്നെ എത്ര പീസായി? 7 പീസായി. വന്നു 12. ഓക്കെ ഞാനിപ്പോ 12 കണ്ടുപിടിച്ചു. 12 തന്നെ മതി നമുക്കൊരു അത് കിട്ടണ ഒരു വേറെ വില്ലേജ് കാരണം എടാ ഈ പർപ്പിൾ എനിക്കിത് വേണമായിരുന്നു. പക്ഷെ സോറി എന്റെ ഇതില്ല, പൈസ ഇല്ല. ഇവിടെയും കൂടെ പച്ചപ്പ് ഇവിടെ ഒരു പച്ചപ്പ് വളർന്നാലേ എന്റെ നെതറൈറ്റ് ആർമറും ടൂൾസും പോയതായിട്ട് ഞാൻ അംഗീകരിക്കും. ഈ സൈഡില്
ഇങ്ങോട്ടായിട്ട് നമുക്ക് കറക്റ്റ് ഈ ബ്ലോക്കിൽ വെച്ചിരുന്ന അയൺകോളം ഡെഡായത്. അവന്റെ പൂ ഈ ബ്ലോക്കിലാണ് കിടന്നത്. അതാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചത്. ശരി, എടുക്കാം. നമുക്ക് നല്ല ഓക്കെ. പോർട്ടലായി നമുക്ക് ഞാൻ പോർട്ടൽ ഉണ്ടാക്കിയ കയ്യിലൊന്നും ഇല്ലാതെ എന്താണ് മക്കളെ. നിന്റെ അമ്മ അവിടെ? നീ അവിടെ നിന്നോ, ഞാൻ പിന്നീട് നിന്നെ രക്ഷിച്ചോളാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഗ്രാവല് വേണം. ഗ്രാവലിനെ പൊട്ടിച്ച് 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 ലാസ്റ്റ് നമുക്ക് ഫ്ലിന്റ് കിട്ടും. ഇതാണ് നമ്മളത് ഗ്രാവൽ അന്വേഷിച്ച് പോയാ ഗ്രാവലി ആ വേൾഡിലേതാണ്. നമുക്കൊരു ഫ്ലിന്റ് തന്നെ കിട്ടി. ഫ്ലിന്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ ഗ്രാവലിന്റെ ആവശ്യമില്ല. നീ ഇവിടെ നിന്നോ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. പറപ്പിച്ചോണ്ട് തിരിച്ച് വീട്ടിലോട്ട്. എന്റെ വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും ചിലപ്പോ. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടായിരുന്നു വണ്ടിയെ ഇങ്ങോട്ട്. വണ്ടി അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇരുന്ന് പോവാൻ. രണ്ടുപേരും ഓടിയതല്ലേ. നമുക്കപ്പോ ഇതിനങ്ങ് ഉണ്ടാക്കി തുടങ്ങാം. ഞങ്ങൾക്ക് സാധനങ്ങൾ ക്രാഫ്റ്റിംഗ് ടേബിളിന്റെ അടുത്തായിട്ട് എല്ലാ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ പറക്കി. ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഇനി വെച്ച ഇതാവൂല, ശരിയാവൂല. എത്ര കടന്ന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എത്ര റീസോഴ്സ് വേണം? മണി 2 മണി. അത് ഉറപ്പായിട്ടും നമുക്ക് പോർട്ടലിനെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഈ ഫെൻസ്, അയ്യോ ഓക്കെ, ഫെൻസ് പോയി. ഇങ്ങനെ മണി 2 മണി സ്റ്റാർട്ട് ആവണ നല്ലൊരു കാര്യം. എന്റെ പോർട്ടലിൽ 2 മണി ഇരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് പണിയുണ്ട്. നമുക്ക് പോയി കുറച്ച് നെതറാക്കും കളക്ട് ചെയ്യണം. അതായത് ഇവിടെ ഒത്തിരി ബ്ലെൻഡ് ആക്കും. ഈ നെതറുമായിട്ടുള്ള ഒരു ബിൽഡാണ്. അപ്പൊ നെതറുമായിട്ട് ബ്ലെൻഡ് ആയ രീതിയിൽ വേണം നമുക്ക് ഉണ്ടാക്കാൻ. നമുക്ക് നെതറിൽ പോയി കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ. ഒരു പീസ് അയണം വേണം. ഇനിയും വീട്ടിന്റെ അകത്തോട്ട് കയറി പോണം. എനിക്ക് വീട്ടിന്റെ അകത്ത് കയറി പോണ കാര്യം ഇഷ്ടമല്ല. എത്ര പ്രാവശ്യം കയറി പോണം. ഞാൻ നൈസിനാണ് എന്റെ ടെസ്റ്റിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നത്.
2 പീസിന്ന് ഒരാണും കെട്ട് ഇങ്ങോട്ട് പോരട്ടെ. എനിക്കിതുവഴി ഇറങ്ങി പോകാനൊന്നും വയ്യ. കൊറേ ഓക്കെ, ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. നീ ഇൻവെന്ററിക്കകത്തിരുന്നാ മതി. നിന്നെ പോലെ ഒരുത്തൻ കാരണമാണ് എന്റെ വേൾഡ് ഒരു പ്രാവശ്യം ചീത്ത. ഞാൻ ബാക്കിലും പേടിച്ചു. ഈ സ്ഥലത്ത് തന്നെയായിരുന്നു ഞാൻ നേരത്തെ സ്പോൺ ആയത്. നമുക്ക് കൂടെ ഒന്ന് പറയുമ്പോൾ നെതറാക്ക് കൊണ്ടുപോകാൻ വീട്ടിലോട്ട്. ഇതെല്ലാം എന്റത്. അമ്മമാരെ കരച്ചിലൊക്കെ കേൾക്കാം. പെട്ടെന്ന് വീട്ടിലോട്ട് പോയി. വീട്ടിൽ വന്നിറങ്ങി വീട്ടിലോട്ട് വന്ന് കയറിയപ്പോ തന്നെ ഭയങ്കര ലാഗ്. അത് ഇങ്ങനെയൊക്കെ ഇതുമായിട്ട് ഇങ്ങനെ ബ്ലെൻഡായി. ഇങ്ങനെ ഇങ്ങനെ ഓർക്കൽ ഇവിടെ വന്ന് ഇടിച്ചിറങ്ങി ഉണക്കും. അങ്ങനെ നെതറാക്കൊക്കെ വെച്ച് ഫ്രണ്ടില് തന്നെ സ്റ്റൈലിഷ് ലുക്ക് വരുമ്പോ ഓർക്കൽ ഇങ്ങോട്ട് ഒന്ന് ഇടിച്ചിറങ്ങിയാണ്. എത്ര എണ്ണം കൊണ്ടുവന്നു എനിക്ക് ഇവിടെയുള്ള കുറച്ച് ഗ്രാസ് വീണെന്ന് തപ്പി പോയി. എന്റെ കയ്യിലുള്ള നെതറാക്ക് തീരും വരെ ഞാൻ നിർത്തി. അത് വല്ലാതിരിക്കണം. നമുക്ക് ഈ റീസോഴ്സിന്റെ ആവശ്യം വന്നില്ല തൽക്കാലം എന്ന് വിചാരിക്കാം. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഫെൻസ് അങ്ങെടുക്കാം. ഈ 2 എണ്ണം എടുക്കാം. ഇങ്ങനെ 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 ഈ പോർട്ടലിനെ ഇവിടെ കുത്തി നിർത്തിയേക്കണം. ഇവിടെ വന്ന് വീഴുന്നപ്പോ ഈ പോർട്ടൽ ഒടിഞ്ഞു പോയി. അപ്പൊ ഞാനൊരു മെക്കാനിക് ആയിരുന്നു. മെക്കാനിക്ക് പണിയെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പോർട്ടലിനെ കമ്പി കുത്തി നിർത്തി. ആ സ്റ്റോറി എങ്ങനെയുണ്ട്? ഇവിടെ നീ ഇങ്ങനെ ഇരുന്നു. അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ഗേറ്റ് വേണം. ഗേറ്റിനെ ഗ്രാബ് ചെയ്തിട്ടുണ്ടോ? ചുമ്മാ ഇരിക്കട്ടെ. ചുമ്മാ ഇതിനെ തുറന്നു വെച്ച്. ഇതാണ് എൻ്റെ ഒരു പോർട്ടൽ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. എല്ലാവരും പോയിട്ട് അടുത്ത എപ്പിസോഡിലോ. ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ.